ധർമ്മേന്ദ്ര പ്രധാനെ കണ്ടു എന്ന് പറഞ്ഞു. ധർമ്മേന്ദ്ര പ്രധാൻ പാർലമെന്റ് ഇന്നലെ ധർമ്മേന്ദ്ര പ്രധാൻ താങ്കളോട് അല്ല, അതിനിടയ്ക്ക് വേറൊരു കാര്യം കൂടെ പറയട്ടെ. അതായത് ഇന്ന് അബ്ദുൾ വഹാബ് ഇന്നലെ രാത്രി എന്നെ വിളിച്ചു, ഇന്ന് രാവിലെ എനിക്ക് മെസ്സേജ് അയച്ചു. ഈ വിദ്വാന്റെ മാധ്യമം പത്രം അദ്ദേഹം പറയാത്ത കാര്യങ്ങൾ കൊടുത്തിരിക്കുകയാണ്. ഒരു സെക്കൻഡ്, തൻ്റെ പെങ്ങൾ മരിച്ചതുമായി ബന്ധപ്പെട്ട് ഞാൻ നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ലീഗിന്റെ സമന്വിതനായ ഒരു നേതാവ് പറയാത്ത കാര്യങ്ങൾ പറഞ്ഞ് പത്രത്തിൽ വാർത്ത കൊടുത്ത ഒരു വിദ്വാനാണ് അദ്ദേഹം. അത് കാണട്ടെ, ഇപ്പൊ ക്യാമറ കാണിച്ചു കൊടുക്ക്. നിങ്ങളെ കുറിച്ച് ആരോപണം. ഒരു സെക്കൻഡ് അബ്ദുൾ വഹാബിന്റെ മെസ്സേജ് ഞാൻ വായിച്ചുതരാമാണ്. അബ്ദുൾ വഹാബിന്റെ മെസ്സേജ് ഞാൻ വായിച്ചുതരാം. ഞാൻ എന്തായാലും വളരെ ആധികാരികമായിട്ട് ഞാൻ ആധികാരികമായിട്ടാണല്ലോ പറഞ്ഞത്. അബ്ദുൾ വഹാബ് എന്നെ വിളിച്ച് പറഞ്ഞതാണ്. പിന്നെ വേറെ കാര്യം ചോദിച്ചോട്ടെ, ഞാൻ വീണ്ടും പറയട്ടെ. അതായത് വിഷയം എന്താണ്? ഒരു വാട്ടർ ബാറ്ററി ഇല്ല. അത് ഒരു സെക്കൻഡ് അത് നിങ്ങൾ മറുപടി പറഞ്ഞു. അല്ല, ഒരു സെക്കൻഡ് ഏതായാലും ഒരു സെക്കൻഡ്. ഞാൻ ഈ പറഞ്ഞതെന്ന് വെച്ചാൽ എങ്ങനെയാണ് എന്താണ് ചോദ്യം പ്രധാൻ നിങ്ങളോട് ഇന്നലെ പറഞ്ഞു PM ശ്രീയിൽ ഒപ്പുവെക്കാതെ കേരളത്തിന് ഫണ്ട് തരാൻ പോകുന്നില്ല. അതെ, താങ്കൾ പറഞ്ഞു കേന്ദ്ര ഗവൺമെന്റിനും പിന്നെ കേരളത്തിനിടയിൽ ഒരു പാലമായതിൽ എനിക്ക് ഒരു പ്രശ്നമല്ല, എനിക്ക് സന്തോഷമല്ലേ ഉള്ളൂ. എന്തിനാ പ്രശ്നമിരിക്കുന്നത്? പാലമായ സ്ഥിതിക്ക് ധർമ്മേന്ദ്ര പ്രധാൻ ചോദിച്ചതാണ് എന്താണ് പിന്നീട് സംഭവിച്ചത് എന്നുള്ളത്. നിങ്ങൾ പറയണേ, എനിക്കറിയില്ല. അതെന്താ നിങ്ങൾ പറയാത്തത്? ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു പിന്നീട് എന്തോ സംഭവിച്ചു. അല്ല, പിന്നീട് എന്താണ് ഒരു സെക്കൻഡ്. ധർമ്മേന്ദ്ര പ്രധാൻ പാർലമെന്റിൽ ഇറങ്ങി വരുന്ന സമയത്ത് എന്നോട് ചോദിച്ചു എന്തിനാണ് ഈ കേരളത്തിന് വലിയ വിവാദം. നിങ്ങൾ PM ശ്രീയിൽ ഒപ്പുവെക്കാൻ വേണ്ടിയിട്ട് ഒരു ഘട്ടത്തിൽ ആലോചിച്ചു, പിന്നീട് ആലോചിച്ചില്ല, നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാവാം. ഞാനെന്താണ് പറഞ്ഞത്? ഈ സമഗ്ര ശിക്ഷയുടെ ഫണ്ടുമായി ബന്ധപ്പെട്ട് നിരന്തരം ജോൺ ബ്രിട്ടാസ് എന്നെ വന്ന് കണ്ടിരുന്നു. ഒരുപക്ഷെ അക്കാര്യത്തിൽ എൻ്റെ പോയിന്റ് എന്താ, ഞാൻ ചോദിച്ച മൂലചോദ്യം എന്തായിരുന്നു? 2018 വന്ന സമഗ്ര ശിക്ഷയുടെ ഫണ്ട് 2020-ലും 2022-ലും വന്ന NEP-യും PMCയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അത് തടഞ്ഞു വെക്കേണ്ട എന്ത് ആവശ്യമുണ്ടെന്നുള്ളതായിരുന്നു ഞാൻ ചോദിച്ച ചോദ്യം. അല്ലാതെ PMCയിൽ ഞങ്ങൾ ഒപ്പുവെക്കേണ്ടോ എന്നുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായമല്ല. എൻ്റെ മൂല ചോദ്യം എന്തായിരുന്നു? സമഗ്ര ശിക്ഷയിൽ ഞങ്ങൾക്ക് കിട്ടേണ്ട ഫണ്ട്, സമഗ്ര ശിക്ഷ പദ്ധതി എന്നാ വന്നത് 2018-ൽ, NEP എന്നാ വന്നത് 2020-ൽ, PMC എന്നാ വന്നത് 2022-ൽ. അത് ഈ ചെന്നായുടെ ന്യായോ? എന്താ കാരണം? നീ വെള്ളം കലക്കി നിൻ്റെ ഫാദർ കലക്കി എന്ന് പറഞ്ഞ പോലത്തെയാണ്. അതുകൊണ്ട് ആദ്യത്തെ സ്കീമുമായി ബന്ധപ്പെട്ട് കേരളത്തിന് കിട്ടേണ്ട പണം എന്തുകൊണ്ട് തടഞ്ഞു വെക്കുന്നു? അത് അധാർമികമാണ്, ഇല്ലീഗൽ എന്നാണ് എന്റെ മൂല ചോദ്യം. അത് കേന്ദ്രം വ്യക്തമാക്കിയതാണ്. PM ശ്രീ പദ്ധതിയായിട്ട് കൊളാബറേറ്റ് ചെയ്യാതെ ഒരാൾ ചോദിക്കില്ല. ഞാൻ നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങളോടും കൃത്യമായി പ്രതികരിച്ചിട്ടേ പോവുള്ളൂ. വളരെ സമാധാനത്തിൽ സംസ്ഥാനങ്ങൾക്ക് കൊടുത്ത ഫണ്ടിന്റെ കണക്ക് മന്ത്രിസഭയിൽ വെച്ചു. അതോടുകൂടി രാഷ്ട്രീയമല്ല ആണെന്ന് പറയാൻ കഴിയില്ല. രണ്ടാമത്തെ കാര്യം സാർ ഇപ്പോൾ പറഞ്ഞ വളരെ വളരെ പ്രസക്തമായൊരു ചോദ്യം. എന്താ കാരണം വെച്ചാൽ, അതായത് BJP ഏതര സർക്കാരുകൾക്ക് കൊടുത്ത ഫണ്ടിൻ്റെ ചിത്രം അവിടെ ധർമ്മേന്ദ്ര പ്രധാൻ പാർലമെൻറ്റിൽ വെച്ചുകൊണ്ട് ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറയാൻ പറ്റില്ല എന്നല്ലേ പറഞ്ഞത്? അതന്നെയാണ്. അവിടെയാണ് കോൺഗ്രസിന്റെ കള്ളക്കളി. പ്രതിപക്ഷ ഐക്യത്തെ അതന്നെ പ്രതിപക്ഷ ഐക്യത്തെ തടസ്സപ്പെടുത്തിയത് അങ്ങനെയാണ്. പ്രതിപക്ഷം സംയുക്തമായി നിലകൊള്ളേണ്ട ഒരു വിഷയത്തിൽ പ്രതിപക്ഷത്തിന്റെ ശക്തമായിട്ടുള്ള യോജിപ്പിനെ ദുർബലപ്പെടുത്തിയത് കോൺഗ്രസ് ആണെന്നാണ് അത് പറഞ്ഞതിന്റെ അർത്ഥം. രണ്ടാമത്തെ കാര്യം സാർ, ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞത് മന്ത്രി ശിവൻകുട്ടി നിഷേധിക്കുകയാണെങ്കിൽ നിങ്ങൾ പ്രിവിലേജ് മോഷൻ കൊടുക്കുമോ മന്ത്രിക്കെതിരെ? ശിവൻകുട്ടി പറയട്ടെ എന്ന്. എന്താ കാരണം വെച്ചാൽ അതിന് സംശയമില്ലല്ലോ. എന്താ കാരണം വെച്ചാൽ ഒരു വ്യക്തത ഉണ്ടല്ലോ. എന്താ കാരണം വെച്ചാൽ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഞാനിപ്പോൾ വെള്ളക്കള്ളാസിൽ പ്രിവിലേജ് മോഷൻ കൊടുക്കുകയോ ഇല്ലയോ എന്നുള്ളത് കൃത്യം നിങ്ങളോട് പറയേണ്ട കാര്യമില്ലല്ലോ. അത് ശിവൻകുട്ടി അതിനെക്കുറിച്ച് പ്രതികരിക്കട്ടെ. ശിവൻകുട്ടി ഇന്ന് എന്തായാലും പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ മന്ത്രി പാർലമെന്റിൽ പറഞ്ഞ കാര്യങ്ങളോടൊക്കെ അദ്ദേഹം പ്രതികരിക്കുമ്പോൾ ഇത് ആരും എങ്ങോട്ട് പോകുന്നില്ലല്ലോ.